ലഹരി ഒഴുക്കിന്റെ ശൃംഖല തേടിയുള്ള പോലീസ് അന്വേഷണങ്ങൾ വഴിമുട്ടുന്നു. ബംഗളൂരുവിലെ താമസിക്കുന്ന നൈജീരിയൻ പൗരന്മാരിലേക്കാണ് കൊച്ചിയിൽ പിടികൂടിയ പല ലഹരി കേസുകളും എത്തിയത്. എന്നാൽ മയക്കുമരുന്നിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ്. 2 വർഷത്തിനിടെ നിരവധി കേസുകളാണ് നൈജീരിയൻ പൗരന്മാർ അറസ്റ്റിലായത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനുണ്ട്. ജിജീഷ്, നിരവധി കേസുകളിൽ നൈജീരിയൻ പൗരന്മാർ പിടിയിലായിട്ടുണ്ട്. നൈജീരിയൻ പൗരന്മാരിലേക്കാണ് പല അന്വേഷണങ്ങളും എത്തി നിൽക്കുന്നത്. എന്നാൽ പിന്നീട് ഇതിന്റെ ഒരു തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യ പറഞ്ഞതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ബംഗളൂരിൽ നിന്നാണ് ലഹരി എത്തുന്നത്. ഒറ്റപ്പെട്ട ചില കേസുകളിൽ ആളുകൾ പിടിയിലാകുന്നുണ്ട് എങ്കിൽ കൂടി ഇതിന്റെ ഉറവിടം തേടിയുള്ള അന്വേഷണം അത് യഥാസമയം നടക്കുന്നില്ല. കൃത്യമായി തന്നെ അത് മുന്നോട്ട് പോകുന്നില്ല. ദിവസവും എന്ന നിലയിൽ ലഹരി കേസുകൾ നിരവധി ഉണ്ടാകുന്നുണ്ട്. എറണാകുളത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളും ഇനി നടക്കേണ്ടതുണ്ട്. ബംഗളൂരിൽ നിന്നാണ് പ്രധാനമായും കൊച്ചിയിലേക്ക് ലഹരി എത്തിക്കുന്നത് എന്നൊരു വിവരമാണ് നിലവിൽ അന്വേഷണത്തിൽ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ലഹരി ഇടപാടിലെ മുഖ്യകണ്ണികൾ കൂടുതലും ബംഗളൂരിൽ താമസക്കാരായ നൈജീരിയക്കാരാണ് എന്നൊരു വിവരം കൂടി അന്വേഷണ സംഘത്തിന് നിലവിൽ ലഭിച്ചിട്ടുണ്ട്. രാജ്യാന്തര ലഹരി ഇടപാടുകാരനായ നൈജീരിയക്കാരൻ ചിതേര മാക്സ്വെല്ലിനെ കഴിഞ്ഞ വർഷം മാർച്ചിൽ മരട് പോലീസ് ബംഗളൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങിയില്ല. അതിനു മുമ്പ് കൊച്ചി സ്വദേശിയിൽ നിന്ന് MDMA പിടിച്ചെടുത്ത കേസിലെ തുടരന്വേഷണത്തിൽ ആയിരുന്നു ഇയാൾ പ്രധാനമായും പിടിയിലായിരുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ കരടി മഞ്ഞപ്രയിൽ കാറിൽ നിന്ന് 300 ഗ്രാം രാസലഹരി പിടികൂടിയ കേസുമായി ബന്ധപ്പെട്ടും അന്വേഷണം മുന്നോട്ട് പോയിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ യഥാർത്ഥ പ്രതികളിലേക്ക് നീങ്ങുന്ന ഒരു അന്വേഷണത്തിലേക്ക് ഈ ഘട്ടങ്ങളിലൊന്നും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഇത്തരത്തിൽ ലഹരി ഇടപാടുകൾ നടക്കുന്നത് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശദമായ അന്വേഷണം ബംഗളൂരു കേന്ദ്രീകരിച്ച് നടത്തേണ്ടതുണ്ട്. ഇവിടെ നിന്നുള്ള ലഹരി ഒഴുക്ക് നിന്നെങ്കിൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊച്ചിയിലേക്കുള്ള ലഹരിയുടെ വരവ് ഒരു പരിധിവരെയെങ്കിലും തടയാൻ കഴിയൂ എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. പലപ്പോഴും വിദേശികളാണ് ഈ ലഹരി ഇടപാടുകളുടെ എല്ലാം തന്നെ പ്രധാനികളായി പ്രവർത്തിക്കുന്നത്. വിദേശ നൈജീരിയക്കാരടക്കമുള്ള ആളുകൾ ഈ ലഹരിക്കടത്തിന്റെ ഇടപാടുകാരും അതിന്റെ കരിയർമാരുമെല്ലാമായി മാറുന്നു. അവർ കൊച്ചിയിലേക്ക് അടക്കം ലഹരി എത്തിക്കുന്നു. അങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാരക ലഹരി വസ്തുക്കൾ എത്തിക്കുന്നു എന്നതുകൂടി കണ്ടെത്തുന്നു. അങ്ങനെ ബംഗളൂർ കേന്ദ്രമാക്കിയാണ് ഈ ലഹരി ഇടപാടുകൾ എന്നതിന്റെ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്.